നമസ്കാരം. CCTV വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ചിറമനങ്ങാട് നെല്ലിക്കുന്നിൽ 1.5 വയസ്സുള്ള പെൺകുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുല്ലക്കൽ വീട്ടിൽ സുരേഷ് ബാബു, ജിഷ ദമ്പതികളുടെ മകൾ അമയയെയാണ് ഇന്നലെ രാത്രിയിൽ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. സ്വകാര്യ വ്യക്തിയുടെ മതിലിടിഞ്ഞു വീണ് 6 വയസ്സുകാരി മരിച്ചു. യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കരുവന്തല മാമ്പ്രത്തൊട്ടിപ്പറമ്പിൽ മഹേഷ് കാർത്തികേയന്റെ മകൾ ദേവി ഭദ്രയാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിൽ നിർമ്മിച്ച അലങ്കാര ഗോപുരവും നടപ്പന്തലും ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചു. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് സമർപ്പണം നിർവഹിച്ചു. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന ഇരുമ്പപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നു. ഗ്രൗണ്ടിലെ കായിക പരിശീലനം 2 വർഷമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം. കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞ ചാവക്കാട് പാലിയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ ധനസഹായം നൽകി. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയും നോർക്ക വഴി വ്യവസായ പ്രമുഖരും മറ്റും നൽകിയ 9 ലക്ഷം രൂപയും ചേർത്ത് 14 ലക്ഷം രൂപ കൈമാറിയത് മന്ത്രിമാരായ കെ രാജൻ, പ്രൊഫസർ ആർ ബിന്ദു എന്നിവർ ചേർന്ന്. വാർത്തകൾ വിശദമായി. ചിറമനങ്ങാട് നെല്ലിക്കുന്നിൽ 1.5 വയസ്സുള്ള പെൺകുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുല്ലക്കൽ വീട്ടിൽ സുരേഷ് ബാബു, ജിഷ ദമ്പതികളുടെ മകൾ അമയയാണ് ഇന്നലെ രാത്രിയിൽ വീട്ടുകിണറ്റിൽ മരിച്ചു കിടക്കുന്നതായി കണ്ടെത്തിയത്. ഇന്നലെ രാത്രി 11:15 കൂടിയാണ് സംഭവം. കുട്ടിയുടെ മാതാവ് ജിഷ അയൽവീട്ടിലെത്തി കുട്ടി കിണറ്റിൽ വീണ് കിടക്കുന്നുവെന്ന് അറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാർ ഇരുമ്പപ്പെട്ടി പോലീസിൽ വിവരം അറിയിച്ചു. തുടർന്ന് പോലീസ് എത്തി കുന്നംകുളത്ത് നിന്നും ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി കുട്ടിയെ പുറത്തെടുത്തു. വെള്ളത്തിൽ കിടക്കുന്ന രീതിയിലായിരുന്നു മൃതദേഹം. കുന്നംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം സംഭവിച്ചതായി ഡോക്ടർമാർ സ്ഥിരീകരിച്ചു. കുട്ടിയുടെ അച്ഛനും അമ്മയും മുത്തശ്ശിയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത്. കുട്ടിയെ കാണാതായതിനെ തുടർന്ന് നോക്കിയപ്പോഴാണ് കിണറ്റിൽ വീണ് കിടക്കുന്നതായി കണ്ടതെന്ന് വീട്ടുകാർ പറയുന്നു. കടങ്ങോട് പൊതുശ്മശാനത്തിൽ സംസ്കാരം നടത്തി. സംഭവത്തിൽ അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. സ്വകാര്യ വ്യക്തിയുടെ മതിൽ ഇടിഞ്ഞു വീണ് യൂത്ത് കോൺഗ്രസ് നേതാവിന്റെ മകൾ മരിച്ചു. യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കരുവന്തല മാമ്പ്രത്തൊട്ടിപ്പറമ്പിൽ മഹേഷ് കാർത്തികേയന്റെ മകൾ 6 വയസ്സുള്ള ദേവി ഭദ്രയാണ് മരിച്ചത്. മേച്ചേരിപ്പടി SNA LP സ്കൂളിലെ 1ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ഞായറാഴ്ച ഉച്ചയ്ക്ക് 1 മണിയോടുകൂടിയാണ് അപകടം. ഏനമാവ് കരുവന്തല മാമ്പ്ര തൊട്ടിപ്പറമ്പിൽ ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തിന്റെ ഭാഗമായി രാവിലെ ക്ഷേത്രത്തിലെത്തിയതായിരുന്നു ദേവി ഭദ്രയും മറ്റ് കുടുംബാംഗങ്ങളും. പൂജകൾ കഴിഞ്ഞ് ദേവി ഭദ്ര ബന്ധുക്കളായ മറ്റു കുട്ടികളോടൊപ്പം സമീപത്തെ റോഡരികിൽ കളിക്കുന്നതിനിടെ സ്വകാര്യ വ്യക്തിയുടെ മതിൽ ദേവി ഭദ്രയുടെ ദേഹത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു. ഉടൻ തന്നെ വീട്ടുകാരും നാട്ടുകാരും ചേർന്ന് പാവറട്ടിയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് അമല മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചെങ്കിലും കുഞ്ഞിന്റെ ജീവൻ രക്ഷിക്കാനായില്ല. ലക്ഷ്മിയാണ് മാതാവ്. കാശിനാഥൻ സഹോദരനാണ്. ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിൽ നിർമ്മിച്ച അലങ്കാര ഗോപുരത്തിന്റെയും നടപ്പന്തലിന്റെയും സമർപ്പണം പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് നിർവഹിച്ചു. പ്രവാസി വ്യവസായി അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് വിജയകുമാർ മേനോനാണ് 3.5 കോടി രൂപ ചെലവിട്ട് അലങ്കാര ഗോപുരവും നടപ്പന്തലും വഴിപാടായി നിർമ്മിച്ചു നൽകിയത്. 2 നിലകളിലായി കേരളീയ വാസ്തുശൈലിയിലാണ് പ്രവേശന കവാടമായി അലങ്കാര ഗോപുരം നിർമ്മിച്ചിട്ടുള്ളത്. 3 താഴികക്കുടങ്ങൾ, കൊത്തുപണികളോടുകൂടിയ അഷ്ടദിക്പാലകർ, വ്യാളി രൂപം, തൂണുകളിൽ ഗുരുവായൂരപ്പന്റെ ചതുർബാഹു രൂപം, വെണ്ണക്കണ്ണൻ, ദ്വാരപാലകർ തുടങ്ങിയവയുമുണ്ട്. നടപ്പന്തൽ തൂണുകളിൽ കോൺക്രീറ്റിൽ തീർത്ത ദശാവതാരങ്ങളാണ്. വാസ്തു ആചാര്യൻ കാണിപ്പയൂർ കൃഷ്ണൻ നമ്പൂതിരിപ്പാടിന്റെ നിർദ്ദേശാനുസരണം ശില്പി എളവള്ളി നന്ദന്റെ നേതൃത്വത്തിൽ പെരുവല്ലൂർ മണികണ്ഠൻ, സൗപർണിക രാജേഷ്, പാന്തറ വിനീത് കണ്ണൻ തുടങ്ങിയവരാണ് നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചത്. വഴിപാട് സമർപ്പണം നടത്തിയ വിഘ്നേഷ് വിജയകുമാറിനെയും നിർമ്മാണത്തിന് മേൽനോട്ടം വഹിച്ചവരെയും ദേവസ്വം ഉപഹാരം നൽകി ആദരിച്ചു. ദേവസ്വം ചെയർമാൻ ഡോക്ടർ VK വിജയൻ, ഭരണസമിതി അംഗങ്ങളായ VG രവീന്ദ്രൻ, KP വിശ്വനാഥൻ, അഡ്മിനിസ്ട്രേറ്റർ KP വിനയൻ തുടങ്ങിയവർ സംസാരിച്ചു. CCTV ന്യൂസ്, ഗുരുവായൂർ. ശുചീകരണ പ്രവർത്തനങ്ങളും രോഗപ്രതിരോധ പ്രവർത്തനങ്ങളും ഏകോപിപ്പിക്കാനുള്ള മണലൂർ നിയോജക മണ്ഡലം തല യോഗം ചേർന്നു. യോഗത്തിൽ മുരളി പെരുന്നെല്ലി MLA അധ്യക്ഷത വഹിച്ചു. ഡെങ്കിപ്പനി, എലിപ്പനി, മഞ്ഞപ്പിത്തം, മലേറിയ, H1N1 തുടങ്ങിയ പകർച്ചവ്യാധികൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിൽ സമൂഹം ഒന്നടങ്കം പകർച്ചവ്യാധികൾ വ്യാപിപ്പിക്കാതിരിക്കാൻ വലിയ ജാഗ്രത പുലർത്തണമെന്ന് MLA യോഗത്തിൽ അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ലതി വേണുഗോപാൽ, KK ശശീന്ദ്രൻ, KC പ്രസാദ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ജിയോ ഫോക്സ്, രേഖ സുനിൽ, MM റജീന, ശ്രീദേവി ജയരാജൻ, അരിമ്പൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് CG സജീഷ്, മറ്റ് ജനപ്രതിനിധികൾ, ഡെപ്യൂട്ടി തഹസിൽദാർ
MA തോമസ്, DMO പ്രതിനിധി ഡോക്ടർ KV ഗീത, ഹെൽത്ത് സൂപ്രണ്ട് CV ഉണ്ണികൃഷ്ണൻ, പാവർട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ VS ശിവദാസ്, ആരോഗ്യ പൊതുമരാമത്ത്, ഇറിഗേഷൻ, ഇലക്ട്രിസിറ്റി തുടങ്ങിയ വിവിധ വകുപ്പ് തല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. കടകളടച്ച് റേഷൻ വ്യാപാരികൾ രാപ്പകൽ സമരം നടത്തുന്നു. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായിട്ടാണ് റേഷൻ വ്യാപാരികൾ തിരുവനന്തപുരം പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ 48 മണിക്കൂർ രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നത്. വേതന പാക്കേജ് കാലോചിതമായി പരിഷ്കരിക്കണമെന്നും KTPDS ആക്ടിലെ അപാകത പരിഹരിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംസ്ഥാനത്തെ 15,000-ഓളം വരുന്ന റേഷൻ വ്യാപാരികൾ സമരത്തിനിറങ്ങുന്നത്. റേഷൻ ഡീലേഴ്സ് കോർഡിനേഷൻ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സർക്കാരുകളുടെ തെറ്റായ നിലപാടുകളിൽ പ്രതിഷേധിച്ചുള്ള സമരം. സാധാരണക്കാരായ റേഷൻ വ്യാപാരികൾക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് നിലവിലുള്ളതെന്നും 3000-ഓളം റേഷൻ കടകൾ അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്നും ഓൾ കേരള റീറ്റെയിൽ റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സെബാസ്റ്റ്യൻ ചൂണ്ടൽ പറഞ്ഞു. തിരുവനന്തപുരം രക്തസാക്ഷി മണ്ഡപത്തിൽ രാപ്പകൽ സമരം നടത്തുകയാണ്. ആ സമരം സർക്കാരിൻ്റെ കണ്ണു തുറക്കുകയും കേരളത്തിലെ സാധാരണക്കാരായ റേഷൻകാരുടെ നിലനിൽപ്പ് തന്നെ അപകടമാകുന്ന രീതിയിൽ കേരളത്തിലെ 3000 റേഷൻ കടകൾ അടച്ചുപൂട്ടൽ ഭീഷണിയെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. വാടക വർധനവ്, തൊഴിലാളികളുടെ വർധനവ്, മറ്റ് ചെലവുകൾ കൂടിയപ്പോൾ 2018 വേതന പാക്കേജ് തിരുത്തുവാൻ സർക്കാർ തയ്യാറാകണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് അടിയന്തരമായി റേഷൻ വ്യാപാരികൾ സമരരംഗത്ത് വന്നിട്ടുള്ളത്. കോവിഡ് കാലത്ത് വിതരണം ചെയ്ത കിറ്റിന്റെ കമ്മീഷൻ നൽകാൻ ഇതുവരെയും സർക്കാർ തയ്യാറായിട്ടില്ലെന്നും സെബാസ്റ്റ്യൻ വ്യക്തമാക്കി. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നടക്കുന്ന സമരത്തിന് മുന്നോടിയായി റേഷൻ വ്യാപാരികളുടെ സംഘടനാ നേതാക്കളുമായി ഭക്ഷ്യ ധനവകുപ്പ് മന്ത്രിമാർ ചർച്ച നടത്തിയിരുന്നു. നിയമസഭാ കോൺഫറൻസ് ഹാളിൽ നടന്ന ചർച്ചയിൽ ഉന്നയിച്ച ആവശ്യങ്ങളിൽ ഒന്നിനുപോലും അനുകൂല മറുപടിയുണ്ടാകാത്ത സാഹചര്യത്തിൽ തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ നിശ്ചയിച്ച 48 മണിക്കൂർ കടയടപ്പ് സമരവുമായി മുന്നോട്ടു പോകാൻ സംയുക്ത സമരസമിതി തീരുമാനിക്കുകയായിരുന്നു. CCTV ന്യൂസ്, കേച്ചേരി. പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ പൊതുസ്ഥലത്ത് കൂട്ടിയിട്ട് കത്തിച്ചവർക്കെതിരെ പുന്നിയൂർ പഞ്ചായത്ത് 20,000 രൂപ പിഴ ഈടാക്കി. പഞ്ചായത്തിലെ 14-ാം വാർഡ് എടക്കഴിയൂർ ബീച്ചിൽ MK ഷറഫുദ്ദീന്റെ വാടക ക്വാർട്ടേഴ്സിൽ താമസിക്കുന്ന അതിഥി തൊഴിലാളികൾക്കെതിരെയാണ് പുന്നിയൂർ പഞ്ചായത്ത് അധികൃതർ നടപടിയെടുത്തത്. പുന്നിയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി NV ഷീജ നോട്ടീസ് നൽകി. എടക്കഴിയൂർ ബീച്ചിനു സമീപം താമസിക്കുന്ന അതിഥി തൊഴിലാളികളായ ഇർഷാദ് അലിയും സംഘവും പഴയ തുണികളും പ്ലാസ്റ്റിക് മാലിന്യങ്ങളും മറ്റും താമസ സ്ഥലത്തിന് സമീപത്തുള്ള പറമ്പിൽ പകൽ സമയത്ത് കത്തിക്കുകയായിരുന്നു. സംഭവം കണ്ട നാട്ടുകാർ പഞ്ചായത്ത് അധികൃതരെ വിവരമറിയിക്കുകയായിരുന്നു. ഇവർ ഇത്തരം മാലിന്യങ്ങൾ ഹരിതകർമ്മസേനയ്ക്ക് കൈമാറുന്നില്ലെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. അസിസ്റ്റന്റ് സെക്രട്ടറി ഇൻചാർജ് VV ഗണപതി, ഹെൽത്ത് ഇൻസ്പെക്ടർ രോഹിണി സോമസുന്ദരൻ, TV ശ്രീകുമാരി, IRTC കോർഡിനേറ്റർ B ആരിഫ എന്നിവരടങ്ങുന്ന സംഘം സ്ഥലം സന്ദർശിച്ച് ബോധ്യപ്പെട്ടതിനുശേഷം നോട്ടീസ് നൽകി. ചാവക്കാട് പോലീസിനെ അറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും പുന്നിയൂർ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി NV ഷീജ പറഞ്ഞു. CCTV ന്യൂസ്, പുന്നിയൂർക്കുളം. കുവൈറ്റ് അപകടത്തിൽ മരണമടഞ്ഞ ചാവക്കാട് പാലിയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ ധനസഹായം കൈമാറി. കുവൈത്തിൽ മരണമടഞ്ഞ ഗുരുവായൂർ നിയോജക മണ്ഡലത്തിലെ തെക്കൻ പാലയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ നൽകുന്ന ധനസഹായം ബിനോയ് തോമസിന്റെ വസതിയിൽ വെച്ച് കൈമാറി. റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ, ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രൊഫസർ R ബിന്ദു എന്നിവർ ചേർന്നാണ് കുടുംബത്തിന് ധനസഹായം കൈമാറിയത്. ബിനോയുടെ മൂത്ത മകൻ ആദിക്ക് ഡിപ്ലോമ പഠനത്തിനു ശേഷം പ്രവാസി വ്യാപാരിയായ KJ മേനോന്റെ നേതൃത്വത്തിൽ ജോലി ഉറപ്പാക്കുമെന്ന് മന്ത്രി KR ബിന്ദു പറഞ്ഞു. നമ്മുടെ ബിനോയുടെ മകനായിട്ടുള്ള ആദി ഡിപ്ലോമ ഹോൾഡറാണ്. ഒരു വരുമാനദായകമായ അന്തസ്സുറ്റ ഒരു തൊഴിൽ അദ്ദേഹത്തിന് നൽകാനായി പ്രവാസി വ്യവസായിയായിട്ടുള്ള JK മേനോൻ, അന്തരിച്ച പത്മശ്രീ CK മേനോന്റെ മകൻ തയ്യാറായിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് കുട്ടിയുടെ താല്പര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ആ ജോലിക്കായിട്ട് അവനയിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയും നോർക്ക വഴി വ്യവസായ പ്രമുഖരും മറ്റും നൽകിയ 9 ലക്ഷം രൂപയും കൂടി 14 ലക്ഷം രൂപയാണ് കൈമാറിയത്. ജില്ലാ കളക്ടർ KR കൃഷ്ണതേജ, ഗുരുവായൂർ MLA NK അക്ബർ, ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത്, വൈസ് ചെയർമാൻ KK മുബാറക് തുടങ്ങി മറ്റ് ജനപ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു. CCTV ന്യൂസ്, ചാവക്കാട്. ഇരുമപ്പടി മങ്ങാട് റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ കാറടിച്ച് വഴിയാത്രക്കാരന് പരിക്കേറ്റു. മങ്ങാട് കോട്ടപ്പുറം കള്ളിവളപ്പിൽ വീട്ടിൽ ഉണ്ണികൃഷ്ണനാണ് പരിക്ക്. ഇന്നലെ രാത്രിയിലാണ് അപകടം. മങ്ങാട് ക്രിസ്ത്യൻ പള്ളിക്ക് സമീപത്ത് വെച്ചാണ് അപകടം സംഭവിച്ചത്. ഗുരുതരമായി പരിക്കേറ്റ ഉണ്ണികൃഷ്ണനെ ഇരുമപ്പടി ആക്സ് ആംബുലൻസ് പ്രവർത്തകർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ഈ ഗുരുവായൂർ ക്ഷേത്ര പാരമ്പര്യ പുരാതന നായർ കൂട്ടായ്മ ചിങ്ങം 1 നടത്തി വരാറുള്ള ചിങ്ങമഹോത്സവത്തിന് 251 അംഗ സ്വാഗത സംഘം രൂപീകരിച്ചു. 101 മേള കലാകാരന്മാർ മാറ്റുരയ്ക്കുന്ന മഞ്ജുലാൽ തറ മേളം, 500ഓളം ഐശ്വര്യവിളക്ക് സമർപ്പണം, ശ്രീ ഗുരുവായൂരപ്പൻ മേള പുരസ്കാര വിതരണം, പഞ്ചവാദ്യവും കലാരൂപങ്ങളുമായി ഭക്തജന ഘോഷയാത്ര, സമന്വയ ജ്യോതി തെളിയിക്കൽ, കൊടിയേറ്റം എന്നിവയുമായി വിപുലമായി നടത്തുവാൻ യോഗം തീരുമാനിച്ചു. പ്രസിഡന്റ് KT ശിവരാമൻ നായർ അധ്യക്ഷത വഹിച്ചു. മമ്മിയൂർ ക്ഷേത്രം ചെയർമാനായി വീണ്ടും സ്ഥാനമേറ്റ സ്വാഗത സംഘം ചെയർമാൻ GK പ്രകാശിനെ ചടങ്ങിൽ ആദരിച്ചു. കോർഡിനേറ്റർ അഡ്വക്കേറ്റ് രവി ചങ്കത്ത് പദ്ധതി വിവരണവും സെക്രട്ടറി അനിൽ കല്ലാറ്റ് രൂപീകരണ പ്രമേയവും അവതരിപ്പിച്ചു. വിവിധ സംഘടനാ സാരഥികളായ ശശി കോനടത്ത്, IP രാമചന്ദ്രൻ, ബാലൻ വാർനാട്ട്, KK വേലായുധൻ, K അരവിന്ദാക്ഷ മേനോൻ, ശ്രീകുമാർ, P നായർ, ഡോക്ടർ സോമസുന്ദരൻ, മുരളി മുള്ളത്ത്, M പ്രമോദ് കൃഷ്ണ, വാസുദേവൻ ചിറ്റാട, മുരളി അകമ്പടി, നിർമ്മല നായിക്കത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മാർത്തുമറിയം വനിജാ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ പെങ്ങാമുക്ക് സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ ഗ്രോ ബാഗിന്റെയും പച്ചക്കറി വിത്തിന്റെയും വിതരണോദ്ഘാടനം വികാരി ഫാദർ ബേസിൽ കൊല്ലാർമാലി നിർവഹിച്ചു. ജൈവകൃഷിയെയും പ്രാധാന്യത്തെയും വികാരി വിശദീകരിച്ചു. പള്ളി സെക്രട്ടറി രാജീവ് P ഡേവിഡ്, ജോയിന്റ് സെക്രട്ടറി ജിജോ ജോർജ്, വനിതാ സമാജം സെക്രട്ടറി മെറീന ബിജു, വൈസ് പ്രസിഡന്റ് ലൂസി കുഞ്ഞൻ, ജോയിന്റ് സെക്രട്ടറി ഷൈനി ഷൈജു, ട്രഷറർ വിബിയ ജോഷി എന്നിവർ പങ്കെടുത്തു. ചാലശ്ശേരി മയിലാടിക്കുന്നിൽ പുതുതായി രൂപീകരിച്ച പ്രിയദർശിനി ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ഉദ്ഘാടനവും ഡയാലിസിസ് കിറ്റ് വിതരണവും നടന്നു. ട്രസ്റ്റിന്റെ ഉദ്ഘാടനം ജലീൽ നരീംകാട്ടിലിന്റെ അധ്യക്ഷതയിൽ KPCC നിർവാഹക സമിതി അംഗം CV ബാലചന്ദ്രൻ നിർവഹിച്ചു. മുക്കിൽപീടിക മഹാത്മാ ചാരിറ്റബിൾ ട്രസ്റ്റ് ചെയർമാൻ K ബാബു നാസർ ഡയാലിസിസ് കിറ്റ് വിതരണം നടത്തി. പ്രമുഖ സാംസ്കാരിക പ്രവർത്തകൻ ഗോപിനാഥ് പാലഞ്ചേരിയുടെ ലഹരിക്കെതിരെയുള്ള ഏകപാത്ര നാടകം മരണമൊഴി ഉദ്ഘാടന ചടങ്ങിന് മുമ്പായി വേദിയിൽ അരങ്ങേറി. ട്രസ്റ്റ് രക്ഷാധികാരി TK സുനിൽകുമാർ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് PV ഉമ്മർ മൗലവി, മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാൻ PI യൂസഫ്, AM ഷഫീഖ്, റസാഖ് പുളിയഞ്ഞാലിൽ, വ്യാപാരി വ്യവസായി പ്രതിനിധികളായ MM അഹമ്മദുണ്ണി, TK മുഹമ്മദ്, മുഹമ്മദ് അലി ആനപ്പറമ്പിൽ, പഞ്ചായത്ത് പ്രസിഡന്റ് AV സന്ധ്യ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. ട്രസ്റ്റ് രക്ഷാധികാരിയും പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനുമായ ഹുസൈൻ പുളിയഞ്ഞാലിൽ സ്വാഗതവും സെക്രട്ടറി അനസ് പാറയിൽ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ്, പെരുമ്പിലാവ്. ചാലശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിക്ക് കീഴിലുള്ള MPPM യൂത്ത് അസോസിയേഷൻ കുന്നംകുളം സൈമൺസ് ഐ ഹോസ്പിറ്റലുമായി സംയുക്തമായി സൗജന്യ നേത്രപരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഞായറാഴ്ച രാവിലെ കുർബാന മതി ദീർഘകാലം ഇടവക വികാരിയായിരുന്ന ഫാദർ AM ജോബ് കശീശയുടെ ഓർമ്മ ആചരിച്ചു. തുടർന്ന് സുറിയാനി പള്ളി അങ്കണത്തിൽ നടത്തിയ നേത്ര ക്യാമ്പ് വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കുരൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ വിവേകന്റെ നേതൃത്വത്തിൽ മാനേജർ രാഹുൽ ചാണ്ടി, PRO വിനു സ്റ്റാലിൻ, വിനുസ് കറിയ, രേഷ്മ, അത്തീന എന്നിവർ പരിശോധനയ്ക്ക് നേതൃത്വം നൽകി. നിരവധി പേർ പങ്കെടുത്തു. സ്നേഹവിരുന്നും ഉണ്ടായിരുന്നു. വികാരി ഫാദർ ഡിൽജോ ഏലിയാസ് കുരൻ, ട്രസ്റ്റി CU ശലമോൻ, സെക്രട്ടറി ടൈറ്റസ് ഡേവിഡ്, യൂത്ത് അസോസിയേഷൻ വൈസ് പ്രസിഡന്റ് സാബൂസ് കറിയാച്ചൻ, സെക്രട്ടറി സ്റ്റിനോ വർഗീസ്, ട്രഷറർ ക്രിസ്റ്റോ ടൈറ്റസ് എന്നിവർ നേതൃത്വം നൽകി. തൃശൂർ ജില്ലയിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നു. ഗ്രൗണ്ടിലെ കായിക പരിശീലനം 2 വർഷമായി മുടങ്ങിക്കിടക്കുകയാണ്. സ്കൂൾ, പ്രാദേശിക തലങ്ങളിൽ നിന്നും ഫുട്ബോൾ, അത്ലറ്റിക്സ് ഉൾപ്പെടെയുള്ള മറ്റ് കായിക ഇനങ്ങളിൽ നിരവധി ദേശീയ, സംസ്ഥാന താരങ്ങളെ സൃഷ്ടിച്ചിട്ടുള്ള എരുമപ്പെട്ടി സ്കൂൾ ഗ്രൗണ്ടിലാണ് 2 വർഷമായി പരിശീലനം മുടങ്ങിയിരിക്കുന്നത്. ഗ്രൗണ്ട് ആധുനിക രീതിയിൽ നവീകരിക്കുന്ന പ്രവർത്തികൾ അനിശ്ചിതമായി നീളുന്നത് കായിക താരങ്ങളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. കുന്നംകുളം MLA AC മൊയ്തീന്റെ ശ്രമഫലമായി സംസ്ഥാന സർക്കാരിന്റെ 2021-22 ബജറ്റിൽ അനുവദിച്ച 2 കോടി ഉപയോഗിച്ചാണ് ഗ്രൗണ്ട് ആധുനിക രീതിയിൽ നിർമ്മിക്കുന്നത്. ഗ്രൗണ്ട് ലെവലിംഗ്, അരിച്ചെടുത്ത മണ്ണും മണലും ഉപയോഗിച്ചുള്ള ഫുട്ബോൾ കോർട്ട്, ആധുനിക രീതിയിലുള്ള വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഹാൻഡ്ബോൾ കോർട്ടുകൾ, ലോങ് ജമ്പിംഗ് ട്രാക്ക് പിറ്റ്, സംരക്ഷണ മതിൽ, ഗ്രൗണ്ടിന് ചുറ്റും ഫെൻസിംഗ് നെറ്റ്, കോൺക്രീറ്റ് കാനകൾ, ഫ്ലഡ് ലൈറ്റ്, ഡ്രസ്സിംഗ്, റെസ്റ്റിംഗ് റൂം തുടങ്ങിയവയാണ് പദ്ധതിയിലുള്ളത്.
എന്നാൽ നിർമ്മാണം തുടങ്ങി 2 വർഷമായിട്ടും നിർമ്മാണ പ്രവർത്തികൾ ഭാഗികമായി ചെയ്യാനേ കഴിഞ്ഞിട്ടുള്ളൂ. ഗ്രൗണ്ട് ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. സ്കൂളിലെയും പ്രദേശത്തെയും കായിക താരങ്ങളും വിദ്യാർത്ഥികളും 2 വർഷമായി പരിശീലനത്തിനു വേണ്ടി കിലോമീറ്ററുകൾ ദൂരെയുള്ള മറ്റു ഗ്രൗണ്ടുകളെയാണ് ആശ്രയിക്കുന്നത്. ഞങ്ങളുടെ എല്ലാവരുടെയും പരിശീലനം 2 വർഷത്തോളമായി മുടങ്ങിക്കിടക്കുകയാണ്. 2 വർഷം മുമ്പാണ് ബഹുമാനപ്പെട്ട കുന്നംകുളം MLA ശ്രീ AC മൊയ്തീൻ സാറ് ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി 2 കോടി രൂപ അനുവദിച്ചു തന്നത്. പക്ഷെ 2 വർഷം കഴിഞ്ഞിട്ടും അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ ഇതിന്റെ കരാറുകാരൻ തയ്യാറായിട്ടില്ല. 2 വർഷത്തോളമായി സ്കൂൾ ഗ്രൗണ്ട് പരിശീലനത്തിന് യോഗ്യമല്ലാത്ത രീതിയിൽ കിടക്കുന്നതിനാൽ നമ്മുടെ സ്കൂളിലെ കായിക താരങ്ങളെല്ലാം മറ്റു ഗ്രൗണ്ടുകളെ ആശ്രയിക്കേണ്ട അവസ്ഥയാണുള്ളത്. സ്കൂളിലെ പഠന സമയം കഴിഞ്ഞ് 2 നേരവും വളരെ ദൂരെ പോയാണ് ഞങ്ങളെല്ലാം പരിശീലനം നടത്തുന്നത്. അത് ഇവിടുത്തെ കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. AC മൊയ്തീൻ MLA അടുത്തിടെ കുന്നംകുളത്ത് വിവിധ വകുപ്പ് അധികൃതരുടെ യോഗം വിളിച്ച് നിർമ്മാണ പ്രവർത്തനം വേഗത്തിലാക്കണമെന്ന് നിർദ്ദേശം നൽകിയിരുന്നു. എന്നാൽ നിർമ്മാണം ഇപ്പോഴും തടസ്സപ്പെട്ട നിലയിലാണ്. 300 കായിക താരങ്ങൾ എല്ലാ ദിവസവും പരിശീലനം ചെയ്തുകൊണ്ടിരുന്ന ഒരു ഗ്രൗണ്ടാണ്. 2 വർഷമായിട്ട് ആർക്കും ഇതിൽ പരിശീലനം ചെയ്യാൻ കഴിയുന്നില്ല. ഇത് ആരുടെ വീഴ്ചയാണെന്ന് ചോദിക്കുമ്പോൾ സ്കൂൾ പറയും കരാറുകാരൻ വർഷങ്ങളായിട്ട് കരാറുകാരൻ്റെ പണികൾ അവസാനിപ്പിച്ചിട്ടില്ല എന്ന് പറയും. നമുക്ക് ഇതെന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ എന്നുള്ളത് മനസ്സിലാകുന്നില്ല. വിദ്യാർത്ഥികൾ മങ്ങാടും കുന്നംകുളമൊക്കെ പോയിട്ടാണ് ഇപ്പോൾ പരിശീലനം നടത്തുന്നത്. അവർക്ക് 7 മണി കഴിഞ്ഞാൽ സീറ്റ് കിട്ടാത്ത അവസ്ഥ, ബസ്സുകാരായിട്ടുള്ള ബഹളങ്ങൾ, വിഷയങ്ങൾ, അങ്ങനെ നിരന്തരം പ്രശ്നങ്ങളാണ് ഈ ഗ്രൗണ്ട്. സംസ്ഥാന സ്പോർട്സ് കൗൺസിൽ ഫൗണ്ടേഷനാണ് നിർമ്മാണ ചുമതല. അതിനാൽ സ്കൂൾ PTA കമ്മിറ്റിക്കോ മറ്റ് ത്രിതല പഞ്ചായത്ത് അധികൃതർക്കോ ഇടപെടാൻ സാധിക്കുന്നില്ല. കഴിഞ്ഞ ഒക്ടോബറിൽ നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് കരാറുകാരൻ ഉറപ്പു നൽകിയതാണ്. എന്നാൽ ഇത് പാലിക്കാൻ കരാറുകാരൻ തയ്യാറായിട്ടില്ല. കരാറുകാരന്റെ അനാസ്ഥ മൂലം സ്കൂളിലെ 300ഓളം വരുന്ന കായിക വിദ്യാർത്ഥികളുടെ പരിശീലനം അനിശ്ചിതത്വത്തിലായിരിക്കുകയാണ്. CCTV ന്യൂസ്, എരുമപ്പെട്ടി. കുന്നംകുളം ബഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിൽ 2014 വരെയുള്ള ബാച്ചുകളുടെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ജൂലൈ 28 നടത്തുമെന്ന് പൂർവ്വ വിദ്യാർത്ഥി സംഘം പ്രസിഡന്റ് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ യാക്കോബ് OAC അറിയിച്ചു. മുഴുവൻ ബാച്ചുകളിലും ഒരുമിച്ചുള്ള 2ാമത്തെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ഈ വർഷം നടക്കുക. വൈസ് പ്രസിഡന്റ് അജിത് ചീരൻ, സെക്രട്ടറി അഡ്വക്കേറ്റ് ജോഫി ജോർജ്, ജോയിന്റ് സെക്രട്ടറി പ്രവീൺ കുമാർ, ട്രഷറർ ഫാദർ ബെഞ്ചമിൻ OAC എന്നിവർ സംസാരിച്ചു. ബഥനി സെന്റ് ജോൺസ് ഇംഗ്ലീഷ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഈ വർഷത്തെ ഗ്രാൻഡ് അലുമിനി മീറ്റ് ജൂലൈ 28 തീയതി ഞായറാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ ആരംഭിക്കുകയാണ്. 2014 വരെയുള്ള ബാച്ചിന്റെ ഈ പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഏറ്റവും വിജയകരമാക്കുന്നതിന് നിങ്ങളേവരും സഹകരിക്കുമെന്ന് വിശ്വസിക്കുന്നു. ഏറ്റവും സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടെ സ്വാഗതം ചെയ്യുന്നു. 3 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന അകലാട് അംബാല ഉറൂസ് അന്നദാനത്തോടെ സമാപിച്ചു. അകലാട് അംബാല മഖാമിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന മസ്താൻ ബുഖാരി കൊനമ്മൂച്ചിയുടെ 40ാമതും വലിയുല്ലാഹി മുഹമ്മദ് മസ്താൻ നക്ഷബന്ദി അവർകളുടെ 38ാമത് ഉറൂസും ജൂലൈ 5, 6, 7 എന്നീ ദിവസങ്ങളിൽ വിവിധ പരിപാടികളോടുകൂടിയാണ് ആഘോഷിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 7 മണിക്ക് നടത്തിയ ദിക്ർ ഹൽക്കക്കും ഖത്തമുൽ ഖുർആനും മഹല്ല് ഖത്തീബ് സ്വാലിഹ് ഫൈസി പെരുമ്പിലാവ് നേതൃത്വം നൽകി. മുൻ ഖത്തീബ് സൈദലവി ദാരിമി പതിരിക്കടവ്, ഷറഫുദ്ദീൻ ദാരിമി എടക്കഴിയൂർ, ഉമ്മർ മൗലവി മണ്ണാർക്കാട് തുടങ്ങി നിരവധി പ്രമുഖർ പങ്കെടുത്തു. ശനിയാഴ്ച വൈകിട്ട് നടത്തിയ നസീഹത്തും ദുആ മജ്ലിസും സമസ്ത കേരള ജമിയത്തുൽ മുഅല്ലിമീൻ ജില്ലാ സെക്രട്ടറി VM ഇല്യാസ് ഫൈസി ആമുഖ പ്രഭാഷണം നടത്തി. സ്വാഗത സംഘം ചെയർമാൻ ഇസ്മായിൽ മാളിയക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ മഹല്ല് ഖത്തീബ് സ്വാലിഹ് ഫൈസി പെരുമ്പിലാവ് ഉദ്ഘാടനം നിർവഹിച്ചു. ഉസ്താദ് ഷഫീഖ് ഫൈസി കായംകുളം നസീഹത്തും ദുആയും നിർവഹിച്ചു. സ്വാഗത സംഘം കൺവീനർ സമ്പ്രത്ത് അംബാല സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മഹല്ല് പ്രസിഡന്റ് ഹംസ തൊണ്ടൻകേരൻ, ഹൈദർ കറുത്താറൻ, മുഹസിൻ പള്ളത്ത് തുടങ്ങിയവർ സംസാരിച്ചു. അഹമ്മദ് ഹാജി കൊളത്തൂർ, അലി അക്ബർ ഫൈസി, അൻവർ മുസ്ലിയാർ, അലി തേച്ചൻ പൊരിക്കൽ, ഷഹീർ ദാരിമി മടേപ്പൻ, മുനീർ മുക്രിയത്ത്, ഷർഫിഖ് അംബാല, ഹമീദ് ഹാജി അരകത്ത് തുടങ്ങി പരിസര പ്രദേശങ്ങളിലെ പള്ളി ഇമാമുമാരും പങ്കെടുത്തു. ഞായറാഴ്ച രാവിലെ 8 മണി മുതൽ ഉച്ചയ്ക്ക് 12 മണി വരെ നടത്തിയ അന്നദാനത്തോടെ ഉറൂസിന് സമാപനമായി. അംബാല മഹല്ല് കമ്മിറ്റി ഭാരവാഹികളും സ്വാഗത സംഘം കമ്മിറ്റി ഭാരവാഹികളും നേതൃത്വം നൽകി. CCTV ന്യൂസ്, പൊന്നിയൂർക്കുളം. കടവല്ലൂർ പഞ്ചായത്ത് മുൻ പ്രസിഡന്റും കോൺഗ്രസ് നേതാവുമായിരുന്ന കൊടവംപറമ്പിൽ സത്യഭാമയുടെ നിര്യാണത്തിൽ അനുശോചിച്ച് സർവകക്ഷി യോഗം ചേർന്നു. തിപ്പലശ്ശേരി പഞ്ചായത്ത് കമ്മ്യൂണിറ്റി ഹാളിൽ കോൺഗ്രസ് കടവല്ലൂർ മണ്ഡലം പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കേരളത്തിലെ 2ാമത്തെ വനിതാ പഞ്ചായത്ത് പ്രസിഡന്റായ സത്യഭാമ 71 മുതൽ തുടർച്ചയായി 8 വർഷം കടവല്ലൂർ പഞ്ചായത്ത് പ്രസിഡന്റായിരുന്നു.
കടവലൂർ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് ഫൈസൽ കാഞ്ഞിരപ്പള്ളി അധ്യക്ഷത വഹിച്ച യോഗത്തിൽ KPCC അംഗം ജോസഫ് ചാലശ്ശേരി, കൊച്ചിൻ ദേവസ്വം ബോർഡ് മെമ്പർ പ്രേംരാജ് ചൂണ്ടലാത്ത്, CPM ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി KE സുധീർ, പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രഭാത് മുല്ലപ്പള്ളി, BJP ബൂത്ത് കമ്മിറ്റി പ്രസിഡന്റ് സുധീഷ്, ലീഗ് മണ്ഡലം സെക്രട്ടറി ഉസ്മാൻ, പഞ്ചായത്ത് മെമ്പർ ഹക്കീം MH തുടങ്ങിയവർ അനുസ്മരണ പ്രഭാഷണം നിർവഹിച്ചു. അഖിലേന്ത്യാ കിസാൻ സഭ കടവലൂർ യൂണിറ്റ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കരിക്കാട് ഒരേക്കർ സ്ഥലത്ത് റെഡ് ലേഡി പപ്പായ കൃഷി ആരംഭിച്ചു. പപ്പായ കൃഷിയുടെ തൈനടിയിൽ ഉദ്ഘാടനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗവും തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റുമായ VS പ്രിൻസ് നിർവഹിച്ചു. CPI മണ്ഡലം സെക്രട്ടറി ഷാജൻ, കൊച്ചിൻ ദേവസ്വം ബോർഡ് അംഗം പ്രേംരാജ് ചൂണ്ടലാത്ത്, ലോക്കൽ സെക്രട്ടറി KM മണികണ്ഠൻ, ഖാദർ, അജയകുമാർ എന്നിവർ സംസാരിച്ചു. KK അബ്ദുള്ള, KM മണികണ്ഠൻ, അജയകുമാർ എന്നിവരുടെ നേതൃത്വത്തിലുള്ള കൃഷി കൂട്ടായ്മയാണ് പപ്പായ കൃഷിക്ക് നേതൃത്വം നൽകുന്നത്. കേരളത്തിലെ കാലാവസ്ഥയിൽ നല്ല രീതിയിൽ കൃഷി ചെയ്യാവുന്നതും നല്ല വിളവ് ലഭിക്കുന്നതും വാണിജ്യാടിസ്ഥാനത്തിൽ കൃഷി ചെയ്ത് വിജയിച്ചിട്ടുള്ളതുമായ പപ്പായ ഇനമാണ് റെഡ് ലേഡി. 1 മാസം പ്രായമുള്ള ഹൈബ്രിഡ് തൈകളാണ് നടുന്നതിനായി തിരഞ്ഞെടുത്തിരിക്കുന്നത്. വേഗത്തിൽ വളരുകയും തുടർച്ചയായി കായ്ക്കുകയും ഫലങ്ങൾ പറിച്ചു കഴിഞ്ഞാൽ 2 ആഴ്ചത്തോളം കേടുകൂടാതെ ഇരിക്കുമെന്നുള്ളതാണ് ഇതിൻ്റെ പ്രത്യേകത. തികച്ചും ജൈവ രീതിയിലാണ് കിസാൻ സഭയുടെ കൃഷിക്കൂട്ടായ്മ കൃഷി ചെയ്യുന്നത്. കിസാൻ സഭയുടെ കൃഷിക്കൂട്ടായ്മ കഴിഞ്ഞ വർഷം 5 ഏക്കർ സ്ഥലത്ത് ജൈവ രീതിയിൽ പച്ചക്കറി കൃഷി ചെയ്ത് നല്ല രീതിയിൽ വിളവ് ലഭിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിന്ന് പച്ചക്കറി കയറ്റിയ വണ്ടി വരാതിരുന്നാൽ, അല്ലെങ്കിൽ കർണാടകയിൽ നിന്ന് വരാതെ ഇരുന്നാൽ മലയാളിയുടെ അടുക്കള പുകയാതിരിക്കുന്ന സ്ഥിതി ഉണ്ട് നിലവിൽ. അവിടെയാണ് നമുക്ക് സാധ്യമായ സ്ഥലങ്ങളിൽ കൃഷി ചെയ്യുക എന്ന് പറയുന്ന ഒന്ന്. നമ്മുടെ മക്കൾക്ക് ഒരു വിഷരഹിതമായ ഭക്ഷണം കൊടുക്കാൻ കഴിയാവുന്ന തരത്തിലുള്ള ഒരു ഇടപെടൽ കൂടിയാണ്. CCTV ന്യൂസ് പെരുമ്പിലാവ്. ഗുരുവായൂർ സെന്റ് ആന്റണീസ് ദേവാലയത്തിൽ KCYM യൂണിറ്റിന്റെ നേതൃത്വത്തിൽ മെറിറ്റ് ഡേ ആഘോഷം നടന്നു. മമ്മിയൂർ ലിറ്റിൽ ഫ്ലവർ കോളേജ് പ്രിൻസിപ്പൽ സിസ്റ്റർ ഡോക്ടർ ജെന്നി തേരസ് ഉദ്ഘാടനം ചെയ്തു. ബ്രിഗേഡിയർ NA സുബ്രഹ്മണ്യൻ വിശിഷ്ടാതിഥിയായി. വികാരി ഫാദർ പ്രിൻഡോ കുളങ്ങര അധ്യക്ഷത വഹിച്ചു. ജസ്റ്റോ സ്റ്റാൻലി, ബ്രദർ അലൂഷ്യസ് ജോയ്, മേഴ്സി ജോയ്, VV ജോസ് തുടങ്ങിയവർ സംസാരിച്ചു. കടപ്പുറം മണത്തല മത്സ്യത്തൊഴിലാളി വികസന ക്ഷേമ സഹകരണ സംഘത്തിൽ പുതിയ സംരംഭങ്ങൾക്ക് തുടക്കമായി. സ്വർണ്ണപ്പണ്ട പണയ വായ്പയും സ്ഥിര നിക്ഷേപം സേവിങ്സ് പദ്ധതി എന്നിവയുടെയും K. അഹമ്മദ് സ്മൃതി വിദ്യാഭ്യാസ അവാർഡിന്റെയും ഉദ്ഘാടനം ഗുരുവായൂർ MLA NK അക്ബർ നിർവഹിച്ചു. സംഘം പ്രസിഡന്റ് KM അലി അധ്യക്ഷത വഹിച്ചു. ആദ്യ ഡെപ്പോസിറ്റ് ജില്ലാ ബാങ്ക് മുൻ ഡയറക്ടർ TT ശിവദാസൻ ഏറ്റുവാങ്ങി. വിദ്യാഭ്യാസ പുരസ്കാരം നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് നിർവഹിച്ചു. ചടങ്ങിൽ സംഘം രൂപീകരണ ഘട്ടത്തിലെ 50 മത്സ്യത്തൊഴിലാളി സഹകാരികളെയും 15 വർഷം പൂർത്തീകരിച്ച സ്വയം സഹായ ഗ്രൂപ്പുകളെയും ആദരിച്ചു. ചടങ്ങിൽ മത്സ്യഫെഡ് ജില്ലാ ജനറൽ മാനേജർ K. സുജ, ഫിഷറീസ് ഓഫീസർ VV സുജിത്ത്, മത്സ്യഫെഡ് പ്രോജക്ട് ഓഫീസർ B. അരുണിമ, MR രാധാകൃഷ്ണൻ, KH സലാം, AA മഹേന്ദ്രൻ, സംഘം ഡയറക്ടർമാർ എന്നിവർ സംസാരിച്ചു. സംഘം വൈസ് പ്രസിഡന്റ് KV സന്തോഷ് സ്വാഗതവും സംഘം സെക്രട്ടറി സനില സുധീരൻ നന്ദിയും പറഞ്ഞു. CCTV ന്യൂസ് ചാവക്കാട്. ചാവക്കാട് മണത്തല വിശ്വനാഥ ക്ഷേത്രത്തിനടുത്ത് വിശ്വമിത്ര ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ പുതുതായി ആരംഭിച്ച ഓഫീസിന്റെ ഉദ്ഘാടനം നഗരസഭാ വൈസ് ചെയർമാൻ KK മുബാറക് നിർവഹിച്ചു. മുൻ കൗൺസിലർ AA മഹേന്ദ്രൻ, KV ശശി തുടങ്ങിയവർ പങ്കെടുത്തു. ട്രഷറർ ഷെഫീൽ, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ ജിത്തു, അജിത്ത്, രാഹുൽ, ശ്യാംകുമാർ, രഞ്ജിത്ത്, നിഖിൽ, ഭവീഷ് തുടങ്ങിയവർ സംസാരിച്ചു. കമ്മിറ്റി സെക്രട്ടറി ഷിജിൽ സ്വാഗതവും പ്രസിഡന്റ് സഞ്ജയ് നന്ദിയും പറഞ്ഞു. സാമൂഹ്യ പ്രതിബദ്ധതയോടെ നാടിന്റെ നന്മയ്ക്കായി നിരവധി പ്രവർത്തനങ്ങൾ നടത്തിയ കൂട്ടായ്മയാണ് വിശ്വമിത്ര ക്ലബ്ബെന്ന് ഭാരവാഹികൾ പറഞ്ഞു. പ്രളയകാലത്തും കോവിഡ് സമയത്തും നടത്തിയ പ്രവർത്തനങ്ങൾ മാതൃകാപരമായിരുന്നുവെന്ന് ചടങ്ങിൽ അതിഥികളായി പങ്കെടുത്തവരും ചൂണ്ടിക്കാട്ടി. പുന്നയൂർക്കുളം പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ കർഷക സഭയും ഞാറ്റുവേല ചന്തയും നടത്തി. പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബിന്ദു ടീച്ചറുടെ അധ്യക്ഷതയിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജാസ്മിൻ ഷഹീർ ഉദ്ഘാടനം നിർവഹിച്ചു. പുന്നയൂർക്കുളം കൃഷി ഓഫീസർ ശ്രീരാഗ്, വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പ്രേമ സിദ്ധാർത്ഥൻ, CDS ചെയർപേഴ്സൺ ഗിരിജ രാജൻ, കൃഷി അസിസ്റ്റന്റുമാരായ ശില്പ, നൌഫൽ, പെസ്റ്റ് സ്കൗട്ട് മേഘന, കർഷക പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്തു. പച്ചക്കറി തൈകൾ, ചെണ്ടുമല്ലി തൈകൾ, പച്ചക്കറി വിത്തുകൾ, തെങ്ങിൻ തൈകൾ, കമുകിൻ തൈകൾ, ഫലവൃക്ഷ തൈകൾ മുതലായ നടീൽ വസ്തുക്കളും ജൈവ കീടരോഗ നിയന്ത്രണോപാധികളായ സ്യൂഡോമോണസ്, ട്രൈക്കോഡെർമ, ബ്യൂവേറിയ എന്നിവയും ജൈവവളങ്ങളും വിതരണം ചെയ്തു. കുടുംബശ്രീ CDSന്റെ ആഭിമുഖ്യത്തിൽ അഗ്രി ഇക്കോളജിക്കൽ പ്രാക്ടീസ് എന്ന വിഷയത്തിൽ JLG അംഗങ്ങൾക്ക് റിട്ടയർഡ് അസിസ്റ്റന്റ് കൃഷി ഓഫീസർ സോമന്റെ നേതൃത്വത്തിൽ പരിശീലനവുമുണ്ടായി. CCTV ന്യൂസ് പുന്നയൂർക്കുളം. അക്കിക്കാവ് റോയൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ 2020-2024 അക്കാദമിക വർഷത്തെ
ബിടെക് ബാച്ച് മെറിറ്റ് ഡേ ആഘോഷിച്ചു. കോളേജ് സിഇഒ VP സലീം അധ്യക്ഷത വഹിച്ചു. NPOL DRDO കൊച്ചിയിലെ ശാസ്ത്രജ്ഞൻ സിജുമോൻ മുഖ്യാതിഥിയായി. എഞ്ചിനീയറിംഗ് മേഖലയിലെ സാധ്യതകളെക്കുറിച്ചും ഇനി വരാൻ പോകുന്ന വെല്ലുവിളികളെക്കുറിച്ചും അദ്ദേഹം മുഖ്യപ്രഭാഷണം നിർവഹിച്ചു. കൊച്ചി EN ഇലക്ട്രോണിക്സ് ഡയറക്ടറും കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയുമായ അനീഷ് N ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സാധ്യതകളെക്കുറിച്ച് പ്രഭാഷണം നടത്തി. കോളേജ് ജനറൽ സെക്രട്ടറി ഹൈദരാലി ബിടെക് ഡിഗ്രി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. 2024 ബിടെക് ഡിഗ്രി പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണവും അവാർഡുകളും നൽകി. 2023-2024 വർഷത്തെ മികച്ച സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾക്കുള്ള K. രാമനാഥൻ എൻഡോമെന്റ് പുരസ്കാരത്തിന് ഗോപികയെ തെരഞ്ഞെടുത്തു. ചടങ്ങിന് പ്രിൻസിപ്പൽ ഡോക്ടർ ദേവി V സ്വാഗതവും അസിസ്റ്റന്റ് പ്രൊഫസർ അക്ഷീര നന്ദിയും പറഞ്ഞു. ഗുരുവായൂർ തിരുവെങ്കടം നായർ സമാജത്തിന്റെ ആഭിമുഖ്യത്തിൽ കരുണാർദ്ധ പ്രതിഭാതര വിദ്യാഭ്യാസ സഹായ സംഗമം നടത്തി. 10 പേർക്ക് 5000 രൂപയുടെ പ്രതിവർഷ പെൻഷൻ, മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികൾക്ക് ഉപഹാരം, LKG മുതൽ ബിരുദ വിദ്യാർത്ഥികൾ വരെയുള്ളവർക്ക് പഠനോപകരണങ്ങൾ എന്നിവ നൽകി. വാർഡ് കൗൺസിലർ VK സുജിത്ത ഉദ്ഘാടനം നിർവഹിച്ചു. പ്രസിഡന്റ് ബാലൻ വാർനാട്ട് അധ്യക്ഷത വഹിച്ചു. പ്രഭാകരൻ മണ്ണൂർ, ഉണ്ണികൃഷ്ണൻ ആലക്കൽ, A. സുകുമാരൻ നായർ, P. മുരളീധര കൈമൾ, ദേവകിയമ്മ വട്ടേക്കാടത്ത്, M. രാജേഷ്, സുരേന്ദ്രൻ മൂത്തേടത്ത്, രാജു P. നായർ, PK വേണുഗോപാൽ, അർച്ചന രമേശ്, ജയന്തി കുട്ടംപറമ്പത്ത് എന്നിവർ മലങ്കരയിലെ പ്രഥമ പരിശുദ്ധനും മലബാർ സ്വതന്ത്ര സുറിയാനി സഭ സ്ഥാപകനുമായ അബ്രഹാം മാർ കുർലോസ് വലിയ ഭാവിയുടെ 222ാമത് ഓർമ്മ പെരുന്നാൾ ആഘോഷവും കബറിങ്കിലേക്ക് പദയാത്രയും ചൊവ്വ ബുധൻ ദിവസങ്ങളിലായി നടക്കും. പ്രധാന പന്തലിന്റെ കാൽനാട്ട് കർമ്മം തൊഴിയൂരിൽ നടന്നു. സഭാ പരമാധ്യക്ഷൻ സിറിൽ മാർ ബസേലിയോസ് മെത്രാപ്പൊലീത്ത പന്തൽ കാൽനാട്ട് നിർവഹിച്ചു. വികാരി ഫാദർ തോമസ് കുര്യൻ, സഭാ കൗൺസിൽ വൈസ് പ്രസിഡന്റ് ഫാദർ വർഗീസ് വാഴപ്പള്ളി, സഭാ ആൽമായ ട്രസ്റ്റി ഗീവർമാണി പനക്കൽ, സഭാ സെക്രട്ടറി ബിനോയ് P. മാത്യു എന്നിവർ സംബന്ധിച്ചു. ഇടവക സെക്രട്ടറി വിവേക് വടക്കൻ, ട്രഷറർ റെജി കുണ്ടുമുളങ്ങര, പന്തൽ കമ്മിറ്റി കൺവീനർ ലിവിൻ ചെമ്മണ്ണൂർ, ഇടവക കൗൺസിൽ അംഗങ്ങൾ, ഇടവക കമ്മിറ്റി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. കാട്ടകമ്പാൽ പഞ്ചായത്തിലെ 2ാം വാർഡ് രാമപുരം വാർഡിൽ സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്നവർക്കായി സൗജന്യ മസ്റ്ററിംഗ് ചെയ്തു നൽകി വാർഡ് മെമ്പർ MS മണികണ്ഠൻ. ചെറക്കൽ അക്ഷയ സെന്ററിൽ നടന്ന ക്യാമ്പിന്റെ ഉദ്ഘാടനം MS മണികണ്ഠൻ നിർവഹിച്ചു. മെമ്പർ എന്ന രീതിയിൽ തനിക്ക് ലഭിച്ച ഓണറേറിയം വിനിയോഗിച്ചാണ് പഞ്ചായത്ത് അംഗം വാർഡിലെ മുഴുവൻ പേർക്കുമായി മസ്റ്ററിംഗ് സൗജന്യമായി ചെയ്തു നൽകിയത്. പന്നിത്തടം മാത്തൂർ മഹാദേവ ക്ഷേത്രത്തിൽ ജലധാര, ഇളനീർ അഭിഷേകം, പാലഭിഷേകം എന്നിവ നടന്നു. ക്ഷേത്ര മേൽശാന്തി സുധീഷിന്റെ കാർമ്മികത്വത്തിലായിരുന്നു ചടങ്ങുകൾ. ചെമ്മന്തട്ട മാരാർ ചടങ്ങിൽ പങ്കെടുത്തു. ബിന്ദു രാജൻ, ഹരിച്ചിറമനങ്ങാട് തുടങ്ങിയവർ നാമജപം നടത്തി. ഉപദേശക സമിതി പ്രസിഡന്റ് സുരേന്ദ്രൻ വെള്ളാണ്ടത്ത്, സെക്രട്ടറി ഷാജൻ കോഴിപ്പറമ്പിൽ, ഓഡിറ്റർ വിജയകുമാർ വെട്ടത്ത്, മഞ്ജു സുരേഷ്, BRD ബാബു, പ്രദീപ് സുനിൽ, ശിവാനി, ദീപ ആദൂർ, സുശീല, ഷിജു എന്നിവർ നേതൃത്വം നൽകി. പാത്രമംഗലം ആവണാവു തിരുമേനി, ജഗൻ തിരുമേനി എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. ചൂണ്ടൽ പഞ്ചായത്തിലെ 12ാം വാർഡിൽ വേദി എരനല്ലൂരും കേച്ചേരി മണപ്പുറം മാക്കയറും സംയുക്തമായി സൗജന്യ നേത്ര, ദന്ത, പ്രമേഹ, രക്തസമ്മർദ്ദ പരിശോധനാ ക്യാമ്പ് സംഘടിപ്പിച്ചു. രശ്മി അംഗൻവാടിയിൽ നടന്ന പരിശോധനാ ക്യാമ്പിന്റെ ഉദ്ഘാടനം ചൂണ്ടൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PT ജോസ് നിർവഹിച്ചു. വേദി എരനല്ലൂർ സെക്രട്ടറി VK സന്തോഷ് അധ്യക്ഷനായി. വേദി ഭാരവാഹികളായ EM ബാബു, PV കൃഷ്ണൻ, PR ജോഷി, PB പ്രേമൻ, ആശാവർക്കർമാരായ അന്ന സൈമൺ, പുഷ്പവല്ലി, മാക്കെയർ ഹെൽത്ത് ടീം അംഗങ്ങളായ നവ്യ, ആതിര, ജിജു, ദിവ്യ, ധന്യ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെ നീണ്ട ക്യാമ്പിൽ 100ലേറെ പേർ പങ്കെടുത്തു. നിർധനരായ രോഗികൾക്ക് സൗജന്യമായി കണ്ണടകൾ വിതരണം ചെയ്തു. കോലഴി പഞ്ചായത്തിലെ റോഡുകളുടെ ശോചനീയാവസ്ഥ പരിഹരിക്കാത്തതിനെ തുടർന്ന് റോഡിലെ കുഴികൾ അടച്ച് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധം. പഞ്ചായത്തിലെ 6ാം വാർഡിലായിരുന്നു ആം ആദ്മി നേതൃത്വത്തിൽ കുഴികൾ അടച്ച് പ്രതിഷേധിച്ചത്. കോലഴി സെന്റ് ബെനഡിക്ട് ദേവാലയത്തിന് മുന്നിലെ വലിയ കുഴികൾ പ്രവർത്തകർ കോറി വേസ്റ്റും മറ്റുമിട്ട് അടച്ചു. ഇന്ന് ഈ ദേവാലയത്തിൽ ഊട്ടുതിരുനാൾ ആഘോഷമായിരുന്നു. നിരവധി തവണ വാർഡ് മെമ്പറോടും പഞ്ചായത്തിലും പരാതി നൽകിയിട്ടും ഫലമുണ്ടായില്ലെന്ന് നാട്ടുകാർ പറഞ്ഞു. കുഴിയടക്കൽ പ്രതിഷേധത്തിന് ആം ആദ്മി പാർട്ടി വടക്കാഞ്ചേരി മണ്ഡലം സെക്രട്ടറി സേവ്യർ സെബാസ്റ്റ്യൻ, ജോയിന്റ് സെക്രട്ടറി ഹരികൃഷ്ണൻ, ബിബിൻ മൈക്കിൾ എന്നിവർ നേതൃത്വം നൽകി. വിഷയത്തിൽ ശാശ്വത പരിഹാരം ഉണ്ടാകാത്ത പക്ഷം ശക്തമായ സമരപരിപാടികൾ ആരംഭിക്കുമെന്ന് ആം ആദ്മി പാർട്ടി അറിയിച്ചു. സർവീസ് നടത്തുന്നതിനിടെ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു നിർത്തി ജീവനക്കാരെ കയ്യേറ്റം ചെയ്യുന്ന നടപടിയിൽ പ്രതിഷേധിച്ച് പ്രൈവറ്റ് ബസ് എംപ്ലോയീസ് അസോസിയേഷൻ പുത്തമ്പുള്ളി യൂണിറ്റ് രംഗത്ത് വന്നു. ജീവനക്കാർക്ക് നേരെ നടക്കുന്ന കയ്യേറ്റത്തിനെതിരെ മുഖ്യമന്ത്രിക്കും ഗതാഗത മന്ത്രിക്കും പരാതി നൽകുവാൻ യോഗം തീരുമാനിച്ചു. സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു നിർത്തി ജീവനക്കാരെ മർദ്ദിക്കുന്ന പ്രവണത വർദ്ധിച്ചു വരികയാണ്. ഈ അവസ്ഥ തുടർന്നാൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടു പോകുമെന്ന് അസോസിയേഷൻ മുന്നറിയിപ്പ് നൽകി. യൂണിറ്റ് സെക്രട്ടറി CG രാജ്
കുറ്റിപ്പുറം അധ്യക്ഷത വഹിച്ചു. വൈസ് പ്രസിഡന്റ് വിനോദ് പുന്നൂർക്കുളം, എൻ അനിൽ, സി നിസാർ, കെ സന്ദീപ്, എം ടി മൂസ, കെ വി വിനോദ്, പി അരവിന്ദൻ, കെ രാജേഷ്, വി പി ഷറഫുദ്ദീൻ എന്നിവർ സംസാരിച്ചു. ഡിവൈഎഫ്ഐ തിരുവാന്നൂർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ നാലാങ്കൽ റോഡിലെ കാന ശുചീകരിച്ചു. വാർഡ് മെമ്പർ രുക്മ സുധീർ ഉദ്ഘാടനം ചെയ്തു. കാനയിൽ മണ്ണും പുല്ലും മാലിന്യങ്ങളും നിറഞ്ഞു കിടക്കുന്നതിനാൽ ജലമൊഴുക്ക് തടസ്സപ്പെട്ട് കിടക്കുന്ന സ്ഥിതിയായിരുന്നു. ഡിവൈഎഫ്ഐ മേഖലാ സെക്രട്ടറി ജിതിൻ, പ്രസിഡന്റ് അഖിൽ, CPM ബ്രാഞ്ച് സെക്രട്ടറിമാരായ പ്രമോദ്, ദാസൻ, നിബിൻ ബാലകൃഷ്ണൻ, ജോമി തോമസ്, സുധീഷ് CR, ഡിവൈഎഫ്ഐ യൂണിറ്റ് സെക്രട്ടറിമാരായ അഖിൽ, ശ്രീജിത്ത്, അഖിൽ ജോൺസൺ, ഋഷി, പ്രമോദ്, അജു തുടങ്ങിയവർ നേതൃത്വം നൽകി. കുന്നംകുളം നഗരസഭയിലെ വിവിധ വാർഡുകളെ ഉൾപ്പെടുത്തി ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയുടെ സഹകരണത്തോടെ നഗരസഭയിലെ 26, 27, 28 വാർഡുകൾ ഉൾപ്പെടുത്തിയാണ് ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് നടത്തിയത്. പൊർക്കളങ്ങാട് പകൽ വീട്ടിൽ നടത്തിയ ക്യാമ്പിന് മെഡിക്കൽ ഓഫീസർ മിഥു കെ തമ്പി, വാർഡ് കൗൺസിലർമാരായ ഷീജ ഭരതൻ, PV സജീവൻ, PK ഷബീർ, ADS ചെയർപേഴ്സൺ MK തങ്കമണി എന്നിവർ നേതൃത്വം നൽകി. വൃക്കരോഗികളെ സംരക്ഷിച്ചു വരുന്ന കൺസോൾ എന്ന കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ 14 വർഷമായി മാസത്തിലെ ആദ്യ ഞായറാഴ്ചകൾ നടന്നുവരുന്ന സാന്ത്വന സംഗമവും ഡയാലിസിസ് കൂപ്പൺ വിതരണവും ചാവക്കാട് നടന്നു. കൺസോൾ പ്രസിഡന്റ് ജമാൽ താമരത്തിന്റെ അധ്യക്ഷതയിൽ റിട്ടയർഡ് ഗവൺമെന്റ് അഡീഷണൽ സെക്രട്ടറി ലത്തീഫ് മാറഞ്ചേരി സാന്ത്വന സംഗമം ഉദ്ഘാടനം നിർവഹിച്ചു. തന്റെ സർവീസ് സ്റ്റോറിയായ നീളെ തുഴഞ്ഞ ദൂരങ്ങൾ എന്ന ഗ്രന്ഥത്തെക്കുറിച്ച് ലത്തീഫ് വിവരിച്ചു. പുസ്തകം ചടങ്ങിൽ നൽകുകയും ചെയ്തു. ജനറൽ സെക്രട്ടറി അബ്ദുൾ ഹബീബ്, കൺസോൾ ദുബായ് പ്രതിനിധി ഫൈസൽ TP, കോർഡിനേറ്റർ മുബാറക് ഇംബാർക്ക് എന്നിവർ സംസാരിച്ചു. മേഖലയിൽ കിഡ്നി പേഷ്യന്റുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് കൺസോൾ ഒരു 14 വർഷമായി ഡയാലിസിസിനുള്ള പൈസ കൊടുക്കുകയോ അല്ലെങ്കിൽ ടോക്കൺ കൊടുക്കുകയോ ഒക്കെ ചെയ്തു വരുന്നത്. അതൊരു ചെറിയ കാര്യമാണ്. കാരണം അവർക്ക് ഇതൊന്നും മൊത്തം അവരുടെ ജീവിതത്തിൽ പ്രയാസങ്ങൾ നീക്കാൻ പറ്റിയെന്നൊന്നും വരില്ല. പക്ഷേ അവരുടെ പ്രയാസങ്ങൾക്ക് ഒരു ചെറിയ കൈത്താങ് കിട്ടുക എന്നുള്ളതാണ് ഈ ഒരു ഇങ്ങനെയുള്ള ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ കൊണ്ട് നടക്കാൻ. ജമാൽ ഇംബാർക്ക്, സഹോദരങ്ങൾ എന്നിവർ ചേർന്ന് രക്ഷിതാക്കളുടെ സ്മരണയ്ക്കായി അർഹരായവർക്ക് ഡയാലിസിസിനുള്ള തുകയും കൺസോളിന് ആവശ്യമായിട്ടുള്ള മൈക്ക് സെറ്റ്, ടേബിൾ, ലൈറ്റ് എന്നിവയും സ്പോൺസർ ചെയ്തു. കുവൈറ്റ് പ്രതിനിധി കമാൽ നൽകിയ സഹായം മുൻ പ്രസിഡന്റ് സുകുമാരൻ മാസ്റ്റർ ഏറ്റുവാങ്ങി. ഒമാൻ പ്രതിനിധി ബാബുവും സഹായ വിതരണം നടത്തി. വൈസ് പ്രസിഡന്റ് ഹക്കീം ഇംബാർക്ക്, അനീഷ് പാലയൂർ, മറ്റ് കൺസോൾ പ്രതിനിധികളായ റിയാസ്, ജംഷീർ, ട്രസ്റ്റിമാരായ അഡ്വക്കേറ്റ് സുജിത് ഐനിപ്പള്ളി, അബ്ദു മാസ്റ്റർ, സെക്രട്ടറി കെ ഷംസുദ്ദീൻ എന്നിവർ സംസാരിച്ചു. CCTV ന്യൂസ് ചാവക്കാട്. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ CITU കുന്നംകുളത്ത് സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. CITU ജില്ലാ കമ്മിറ്റി അംഗം PG ജയപ്രകാശ് ധർണ ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് PM സുരേഷ് അധ്യക്ഷത വഹിച്ചു. വഴിയോര കച്ചവടം തൊഴിലാളി നിയമം സമഗ്രമായി നടപ്പിലാക്കുക, സർവേ പൂർത്തീകരിച്ച മുഴുവൻ തൊഴിലാളികൾക്കും ലൈസൻസ് നൽകുക, അന്യായമായ ഒഴിപ്പിക്കൽ അവസാനിപ്പിക്കുക, ഭൂമിയുടെ ന്യായവില അടിസ്ഥാനമാക്കി ലൈസൻസ് ഫീസ് സമ്പ്രദായം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സായാഹ്ന ധർണ നടത്തിയത്. വഴിയോര കച്ചവട തൊഴിലാളി യൂണിയൻ ഏരിയ സെക്രട്ടറി EC ജോയ്, വനിതാ സബ് കമ്മിറ്റി കൺവീനർ ഡെയ്സി ജോയ്, PK ഉമ്മർ തുടങ്ങിയവർ സംസാരിച്ചു. പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവർക്ക് ആദരവുമായി നാട്. വിവിധ കൂട്ടായ്മകളുടെ ആഭിമുഖ്യത്തിലാണ് സമാദര ചടങ്ങുകൾ സംഘടിപ്പിച്ചത്. വിശദാംശങ്ങളിലേക്ക്. ചിറ്റാട്ടുകര സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി സംഘടനയുടെ നേതൃത്വത്തിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും LSS, USS, NMMS പരീക്ഷകളിലെ വിജയികളെയും നാഷണൽ ഇൻസ്പയർ അവാർഡ് നേടിയ വിദ്യാർത്ഥികളെയും സംസ്ഥാന കലോത്സവ, ശാസ്ത്രോത്സവങ്ങളിൽ A ഗ്രേഡ് നേടിയ വിദ്യാർത്ഥികളെയും ആദരിച്ചു. ആദരണീയം 2024 എന്ന പേരിൽ സ്കൂളിൽ സംഘടിപ്പിച്ച അനുമോദന ചടങ്ങ് സ്കൂൾ മാനേജർ ഫാദർ വിൽസൺ പടിയത്ത് ഉദ്ഘാടനം ചെയ്തു. OSA പ്രസിഡന്റ് CJ സ്റ്റാൻലി അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി അവാർഡ് ദാനം നിർവഹിച്ചു. പ്രധാനാധ്യാപകൻ MK സൈമൺ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ചെറുപുഷ്പം ജോണി, PTA പ്രസിഡന്റ് ജിൻഡോ തേറാട്ടിൽ, ട്രസ്റ്റി PK ആന്റണി, OSA ഭാരവാഹികളായ KM ജോർജ്, CV കൊച്ചുദേവസി, PM ജോസഫ്, EA തോമസ് എന്നിവർ സംസാരിച്ചു. ചൊവ്വന്നൂർ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ SSLC, +2, VHSC പരീക്ഷകളിൽ മുഴുവൻ വിഷയങ്ങളിലും A+ നേടിയ വിദ്യാർത്ഥികളെയും വിവിധ മേഖലകളിൽ നേട്ടം കൈവരിച്ച പ്രതിഭകളെയും ആദരിച്ചു. പഞ്ചായത്ത് ഹാളിൽ നടന്ന ആദരവ് ചടങ്ങ് കേരള പട്ടികജാതി പട്ടികവർഗ കമ്മീഷൻ അംഗം TK വാസു ഉദ്ഘാടനം ചെയ്തു. ചൊവ്വന്നൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ചിത്ര വിനോബാജി അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ കുസാറ്റ് PG എൻട്രൻസ് പരീക്ഷയിൽ 1ാം റാങ്ക് നേടിയ അഞ്ജുശ്രീ, 7ാം റാങ്ക് നേടിയ R ഭൈമി, ഫസ്റ്റ് ഫെഡറേഷൻ കപ്പ് നാഷണൽ ചാമ്പ്യൻഷിപ്പിൽ ഗോൾഡ് മെഡൽ ജേതാവായ സംഗീത സണ്ണി, തൃശൂർ ജില്ലാ ബാഡ്മിന്റൺ ചാമ്പ്യൻഷിപ്പിൽ
ഗോൾഡ് മെഡൽ നേടിയ MV അൽസിയ എന്നിവരെ ആദരിച്ചു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് അംഗം AV വല്ലഭൻ മുഖ്യാതിഥിയായി. വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് NS സുമേഷ്, ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷ രത്നകുമാരി, പഞ്ചായത്ത് അംഗങ്ങളായ KU ബിബിൻ, PK സത്യവതി, CP വിമല എന്നിവർ സംസാരിച്ചു. ചടങ്ങിന് ഹെഡ് ക്ലർക്ക് KV കിഷൻലാൽ നന്ദി പറഞ്ഞു. ചാവക്കാട് നഗരസഭ 3-ാം വാർഡിൽ SSLC, +2, ഡിഗ്രി പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. ആദരവ് 2024 എന്ന പേരിൽ തിരുവത്ര കുമാർ AUP സ്കൂളിൽ നടന്ന പരിപാടി ഗുരുവായൂർ MLA NK അക്ബർ ഉദ്ഘാടനം ചെയ്തു. വാർഡ് മെമ്പർ പ്രിയ മനോഹരൻ അധ്യക്ഷത വഹിച്ചു. മുൻ കൗൺസിലർ KH സലാം, PS മുനീർ, ഷഹീം KK, CT മനോഹരൻ എന്നിവർ പങ്കെടുത്തു. തുടർന്ന് സൈക്കോളജിസ്റ്റും ഗൈഡ് കേരള ചെയർമാനുമായ ഡോക്ടർ സിറാജ് P ഹുസൈൻ്റെ നേതൃത്വത്തിൽ മോട്ടിവേഷൻ ക്ലാസും നടന്നു. 1982-83 പഴഞ്ഞി ഹൈസ്കൂൾ SSLC ബാച്ചിൻ്റെ നേതൃത്വത്തിൽ പഴഞ്ഞി സ്കൂളിലെ SSLC, +2 പരീക്ഷകളിൽ മുഴുവൻ A+ നേടിയ കുട്ടികൾക്ക് ഉപഹാരം നൽകി. കലാമണ്ഡലം കുട്ടിനാരായണൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് CA പുഷ്പാകരൻ അധ്യക്ഷത വഹിച്ചു. ബാച്ച് സെക്രട്ടറി MS വിഷ്ണു ഭാരതീയൻ സ്വാഗതവും ട്രഷറർ PK ഗോപി നന്ദിയും പറഞ്ഞു. ബാച്ച് പ്രതിനിധികളായ ഗീവർ, ബഷീർ, ബാലകൃഷ്ണൻ, കനകലത, നിർമ്മല എന്നിവർ നേതൃത്വം നൽകി. വെള്ളാറ്റഞ്ഞൂർ സർവീസ് സഹകരണ ബാങ്കിൻ്റെ നേതൃത്വത്തിൽ SSLC, +2 പരീക്ഷയിൽ വിജയിച്ച എയ്യാൽ പ്രദേശത്തെ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. എയ്യാൽ വായനശാല ഹാളിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങ് കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് PS പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് TM വേണു അധ്യക്ഷനായി. ബാങ്ക് സെക്രട്ടറി PA ഉണ്ണികൃഷ്ണൻ, കടങ്ങോട് ഗ്രാമപഞ്ചായത്ത് അംഗം സിമി KR, ഭരണസമിതി അംഗങ്ങളായ സക്കീർ ഹുസൈൻ, സുനിൽകുമാർ TK, റക്സി ബിജു, ആശ രാജീവ്, അഭിലാഷ് MA തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്ക് വൈസ് പ്രസിഡന്റ് K പ്രഭാകരൻ സ്വാഗതവും ഗീതാരാജൻ നന്ദിയും പറഞ്ഞു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഗുരുവായൂർ മല്ലാടി യൂണിറ്റിൻ്റെ ആഭിമുഖ്യത്തിൽ അംഗങ്ങളുടെ മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ മികച്ച വിജയം കൈവരിച്ച വിദ്യാർത്ഥികളെ ഉപഹാരം നൽകി അനുമോദിച്ചു. ഭദ്രം പ്ലസ് കുടുംബസുരക്ഷാ പദ്ധതി പ്രകാരമുള്ള 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറലും നടന്നു. ഗുരുവായൂർ നിയോജകമണ്ഡലം ചെയർമാൻ ലൂക്കോസ് തലക്കോട്ടൂർ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോജി തോമസ് മുഖ്യാതിഥിയായി. യൂണിറ്റ് പ്രസിഡന്റ് PV ജോസഫ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി ജോഷി ചീരൻ, CA ജോസ്, VC തോമസ്, PV ജോർജ്, MN സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. അക്കിക്കാവ് NSS കരയോഗം വാർഷിക പൊതുയോഗവും കുടുംബസംഗമവും SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കലും കരയോഗ മന്ദിരത്തിൽ വെച്ച് NSS ഡയറക്ടർ ബോർഡ് അംഗം അഡ്വക്കേറ്റ് P ഋഷികേഷ് ഉദ്ഘാടനം ചെയ്തു. കരയോഗം പ്രസിഡന്റ് N രാധാകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. തലപ്പള്ളി താലൂക്ക് യൂണിയൻ സെക്രട്ടറി ശ്രീകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. താലൂക്ക് യൂണിയൻ ഇൻസ്പെക്ടർ രാധാകൃഷ്ണൻ, കരയോഗം സെക്രട്ടറി P പ്രവീൺകുമാർ, K ഉണ്ണികൃഷ്ണൻ, K ഭാസ്കരൻ നായർ തുടങ്ങിയവർ സംസാരിച്ചു. ഗുരുവായൂർ മുല്ലത്തറ റെസിഡൻസ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ സമാദരണ സദസ്സ് സംഘടിപ്പിച്ചു. SSLC, +2 നീറ്റ് പരീക്ഷകളിൽ മികച്ച വിജയം സ്വന്തമാക്കിയ വിദ്യാർത്ഥികളെയാണ് ആദരിച്ചത്. നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. അസോസിയേഷൻ പ്രസിഡന്റ് M ശശികുമാർ അധ്യക്ഷത വഹിച്ചു. കൗൺസിലർമാരായ CS സൂരജ്, ജ്യോതി രവീന്ദ്രനാഥ്, അസോസിയേഷൻ സെക്രട്ടറി R രവികുമാർ, KK ഗോവിന്ദദാസ്, ശ്രേയ ശ്രീനിവാസ്, K വത്സരൻ എന്നിവർ സംസാരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് CCTV. ഒരുമനിയൂർ പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ആത്മ 2024-2025 പദ്ധതിയുടെ ഭാഗമായി ജൈവ കൃഷിയും ജൈവ കീടനാശിനിയുടെ ഉപയോഗം, ചെണ്ടുമല്ലി കൃഷിരീതികൾ എന്ന വിഷയത്തിൽ കൃഷി വകുപ്പ് ഉദ്യോഗസ്ഥർ പരിശീലനവും CDS നേതൃത്വത്തിൽ വിത്ത് പരിപാലന ക്യാമ്പയിനും നടത്തി. പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് ഉദ്ഘാടനം ചെയ്തു. കുടുംബശ്രീ JLG ഗ്രൂപ്പുകൾ, കർഷകർ, ചെണ്ടുമല്ലി കർഷകർ, ജനപ്രതിനിധികൾ, കുടുംബശ്രീ CDS മെമ്പർമാർ എന്നിവർ പങ്കെടുത്തു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിൽ മുവല്ലിം ഡേ ക്യാമ്പയിൻ 2024 സമാപിച്ചു. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകളിലെ ഉസ്താദുമാരുടെ കൂട്ടായ്മയായ സമസ്ത കേരള ജമുയത്തുൽ മുവല്ലിമീൻ 2024 ജൂൺ 22 മുതൽ ജൂലൈ 7 വരെയാണ് മുവല്ലിം ഡേ ക്യാമ്പയിൻ ആചരിച്ചത്. ജനങ്ങളിൽ വിജ്ഞാന താൽപര്യവും മതചിഹ്നങ്ങളോടുള്ള ആദരവും ധാർമ്മിക ബോധവും വളർത്തുക, മുവല്ലിം ക്ഷേമനിധി വിജയിപ്പിക്കുക തുടങ്ങിയവയാണ് മുവല്ലിം ഡേ ക്യാമ്പയിൻ കൊണ്ട് ലക്ഷ്യമാക്കുന്നത്. ഉസ്താദുമാരുടെ വീട് നിർമ്മാണം, പെൺമക്കളുടെ വിവാഹം, ചികിത്സ, മരണാനന്തര സഹായം, വിധവ സംരക്ഷണം, അവശത സഹായം, സർവീസിൽ നിന്ന് വിരമിക്കുന്ന മുവല്ലിമുകൾക്ക് ഗ്രാറ്റുവിറ്റി, മുവല്ലിം പെൻഷൻ, മുവല്ലിം മൻസിൽ തുടങ്ങിയ വിവിധ ക്ഷേമ പ്രവർത്തനങ്ങൾക്കാണ് ഈ ദിനത്തിൽ ലഭിക്കുന്ന ഫണ്ട് വിനിയോഗിക്കുന്നത്. പുന്നയൂർ വെട്ടിപ്പുഴ റഹ്മത്തുൽ ഇസ്ലാം മദ്രസയുടെ നേതൃത്വത്തിൽ മുവല്ലിം ദിനത്തിൻ്റെ ഭാഗമായി സദർ മുവല്ലിം ഷാക്കിർ ഫൈസി ദിനാചരണത്തിൻ്റെ ആവശ്യകതയെക്കുറിച്ച് സംസാരിച്ചു. മരണമടഞ്ഞ ഉസ്താദുമാർക്ക് വേണ്ടിയും കുടുംബങ്ങൾക്കു വേണ്ടിയും പ്രാർത്ഥന നടത്തി. മദ്രസ സെക്രട്ടറി അബ്ദുൾ റഹ്മാൻ കൊന്നാമാക്കൽ സംസാരിച്ചു. സിറാജുദ്ദീൻ ഹാഫിൽ അജ്മൽ മുസ്ലിയാർ തുടങ്ങിയവർ നേതൃത്വം നൽകി. CCTV ന്യൂസ് പുന്നയൂർകുളം. വേലൂർ വെങ്ങലശ്ശേരി സ്വദേശിനിയായ 13 വയസ്സുകാരിയെ കാണാതായതായി പരാതി.
കുറ്റിപ്പുള്ളത്ത് വീട്ടിൽ സുമിതയുടെ മകൾ 13 വയസ്സുള്ള ഗൗരി കൃഷ്ണയാണ് ശനിയാഴ്ച വൈകിട്ട് 4 മണിയോടെ കാണാതായതെന്ന് പരാതി ഉയർന്നത്. സംഭവത്തിൽ ബന്ധുക്കൾ എരുമപ്പെട്ടി പോലീസ് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ എരുമപ്പെട്ടി പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. എന്തെങ്കിലും വിവരം ലഭിക്കുന്നവർ 94 97 94 72 07 94 97 98 05 32 എന്നീ നമ്പറുകളിൽ അടുത്തുള്ള പോലീസ് സ്റ്റേഷനുകളോ അറിയിക്കുക. കേരള മീഡിയ പേഴ്സൺസ് യൂണിയൻ തൃശൂർ മേഖലാ കമ്മിറ്റി തിരിച്ചറിയൽ കാർഡ് വിതരണം നടത്തി. യൂണിയൻ സ്ഥാപക നേതാവ് വി സെയ്ദ്, മുതിർന്ന മാധ്യമപ്രവർത്തകൻ KO ഡേവിസ്, തൃശൂർ ടൗൺ ഫോട്ടോഗ്രാഫർ ശിവാനന്ദൻ എന്നിവർക്ക് തിരിച്ചറിയൽ കാർഡ് നൽകി വിതരണോദ്ഘാടനം നിർവഹിച്ചു. തൃശൂർ സെന്റ് മേരീസ് കോളേജിന് സമീപത്തുള്ള സാവിത്രി കഫേയിൽ നടന്ന ചടങ്ങിൽ ജില്ലാ പ്രസിഡന്റ് മത്തായി കേരളം അധ്യക്ഷനായി. കോർഡിനേറ്റർ M രംഗനാഥൻ, AE സാബിറ, MV ജോബി, ഷെറിൻ, പാർവതി, സ്മിത തുടങ്ങിയവർ സംസാരിച്ചു. സെക്രട്ടറി ഹരിഹരൻ സ്വാഗതവും KO ഡേവിഡ് നന്ദിയും പറഞ്ഞു. മുസ്ലിം ലീഗ് വടക്കേക്കാട് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വടക്കേക്കാട് കല്ലൂർ പള്ളിയുടെ വടക്ക് താമസിക്കുന്ന പരേതനായ ആലത്തിൽ മൊയ്തു മകൻ വലിയ വീട്ടിൽ നൌഷാദ് നിര്യാതനായി. 49 വയസ്സായിരുന്നു. 1 മാസത്തോളമായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. വീഡിയോ എഡിറ്റർ, ഫോട്ടോഗ്രാഫറായി ദീർഘകാലം പ്രവാസിയായിരുന്ന നൌഷാദ് നാട്ടിൽ തിരിച്ചെത്തി വടക്കേക്കാട് സെൻട്രൽ ഫോൺ ഹൗസ്, മൊഹ്സിനാസ് കളക്ഷൻ എന്നീ സ്ഥാപനങ്ങൾ നടത്തിവരികയായിരുന്നു. തിരുവനന്തപുരം ഹയർ സെക്കൻഡറി സ്കൂളിലെ മുൻ PTA പ്രസിഡന്റായിരുന്നു. കബറടക്കം കല്ലൂർ പള്ളി ഖബർസ്ഥാനിൽ നടന്നു. കുഞ്ഞിമ്മു മാതാവും ഫസലിയ ഭാര്യയുമാണ്. നൌഫൽ, നിഹാൽ എന്നിവർ മക്കളാണ്. മരത്തങ്കോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ചെറുമനങ്ങാട് ചേറ്റുവളപ്പിൽ CK റംല ബീബി നിര്യാതയായി. 52 വയസ്സായിരുന്നു. പരേതനായ ഉസ്മാൻ ഭർത്താവാണ്. അമർ ഷാൻ, അംജദ് അലി എന്നിവർ മക്കളും ഐഷ, ഷൗലത്ത്, ജസീറ എന്നിവർ മരുമക്കളുമാണ്. ഖബറടക്കം ഞായറാഴ്ച കാലത്ത് 10:30 പന്തളം ജുമാ മസ്ജിദ് ഖബർസ്ഥാനിൽ നടന്നു. ഒരിക്കൽ കൂടി പ്രധാന വാർത്തകളിലേക്ക്. ചിറമനങ്ങാട് നെല്ലിക്കുന്നിൽ 1.5 വയസ്സുള്ള പെൺകുട്ടിയെ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. മുല്ലക്കൽ വീട്ടിൽ സുരേഷ് ബാബു, ജിഷ ദമ്പതികളുടെ മകൾ അമയയെയാണ് ഇന്നലെ രാത്രിയിൽ വീട്ടുകിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അസ്വാഭാവിക മരണത്തിന് പോലീസ് കേസെടുത്തു. സ്വകാര്യ വ്യക്തിയുടെ മതിലിടിഞ്ഞു വീണ് 6 വയസ്സുകാരി മരിച്ചു. യൂത്ത് കോൺഗ്രസ് മണലൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് കരുവന്തല മാമ്പ്രത്തൊട്ടിപ്പറമ്പിൽ മഹേഷ് കാർത്തികേയന്റെ മകൾ ദേവി ഭദ്രയാണ് മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രം കിഴക്കേ നടയിൽ നിർമ്മിച്ച അലങ്കാര ഗോപുരവും നടപ്പന്തലും ഭക്തജനങ്ങൾക്കായി സമർപ്പിച്ചു. പശ്ചിമബംഗാൾ ഗവർണർ CV ആനന്ദബോസ് സമർപ്പണം നിർവഹിച്ചു. തൃശൂർ ജില്ലയിൽ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന എരുമപ്പെട്ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ഗ്രൗണ്ടിന്റെ നവീകരണ പ്രവർത്തികൾ ഇഴഞ്ഞു നീങ്ങുന്നു. ഗ്രൗണ്ടിലെ കായിക പരിശീലനം 2 വർഷമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം. കുവൈറ്റ് ദുരന്തത്തിൽ മരണമടഞ്ഞ ചാവക്കാട് പാലിയൂർ സ്വദേശി ബിനോയ് തോമസിന്റെ കുടുംബത്തിന് സംസ്ഥാന സർക്കാർ ധനസഹായം നൽകി. സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച 5 ലക്ഷം രൂപയും നോർക്ക വഴി വ്യവസായ പ്രമുഖരും മറ്റും നൽകിയ 9 ലക്ഷം രൂപയും ചേർത്ത് 14 ലക്ഷം രൂപ കൈമാറിയത് മന്ത്രിമാരായ K രാജൻ, പ്രൊഫസർ R ബിന്ദു എന്നിവർ ചേർന്ന്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. CCTV നിങ്ങൾക്ക് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ പിന്തുടരാം. പ്രതിദിന വാർത്തകളും പ്രോഗ്രാമുകളും യൂട്യൂബിൽ ലഭ്യമാണ്. ഏറ്റവും പുതിയ പ്രാദേശിക വാർത്തകൾക്ക് സന്ദർശിക്കുക www.cctv.online.in.